ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രവചനപരത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ഇന്നലെ കണ്ടത് മനുഷ്യാത്മാവ് മൂലം കടന്നു വരുന്ന ചില ചിന്തകളെക്കുറിച്ചും പ്രവചനത്തെക്കുറിച്ചുമാണ്. ഇന്ന് നമ്മൾ കാണുന്നത് ദുഷ്ടാരൂപിയുടെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ചില പ്രവചനങ്ങളാണ്. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 16 മുതലുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പത്രോസും അവൻ്റെ കൂടെ ആയിരുന്നവരും പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ആത്മാവ് ബാധിച്ച ഒരടിമ പെൺകുട്ടിയെ അവർ കണ്ടു. അവൾ ഭാവി പ്രവചിച്ചുകൊണ്ട് അവരുടെ യജമാന്മാർക്ക് ധാരാളം സമ്പത്ത് ഉണ്ടാക്കി കൊടുത്തിരുന്നു. അവർ പൗലോസിനെയും കൂട്ടുകാരെയും കണ്ടപ്പോൾ അവരുടെ പിന്നാലെ വന്ന് ഇപ്രകാരം പറഞ്ഞു: ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസരാണ്. ഇവർ രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. അവൾ പല ദിവസങ്ങളിൽ ഇത് പറഞ്ഞപ്പോൾ പൗലോസിന് ഇത് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ആ പൗലോസ് ഉടനെ തന്നെ തിരിഞ്ഞ് അവളിലുള്ള ആത്മാവിനോട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ പുറത്തു പോവുക എന്ന് ആജ്ഞാപിച്ചു. തൽക്ഷണം ആത്മാവ് അവളിൽ നിന്ന് പുറത്തുപോയി. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവാണോ പൈശാചിക ആത്മാവാണോ പ്രവർത്തിക്കുന്നത് എന്ന് പൗലോസ്ലീഹായ്ക്ക് വ്യക്തമായി മനസ്സിലായി. ഇങ്ങനെയുള്ള വരത്തിനായി നമ്മൾ പ്രാർത്ഥിക്കണം. വരും ദിവസങ്ങളിൽ ആത്മാവിനെ തിരിച്ചറിയുക എന്നതിനെക്കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുക. സ്നേഹമുള്ളവരെ, ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്ത് എല്ലാ വെള്ളിയാഴ്ചയും വന്ന് ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരി രോഗിയായി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. വളരെ സീരിയസ് ആയിട്ടാണ് കൊണ്ടുപോയത്. അവിടെ ഞങ്ങൾ ആ സ്ത്രീയെ കാണാൻ വേണ്ടി ചെന്നു. ബെഡിൽ 2 പേരാണ് കിടക്കുന്നത്. ഞങ്ങൾ കാണേണ്ട അമ്മച്ചിയുടെ അടുത്ത് ഞങ്ങൾ ചെന്നപ്പോൾ നേഴ്സ് BP ഒക്കെ നോക്കുന്നത് കൊണ്ട് അമ്മച്ചിയോട് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയില്ല. പക്ഷെ ആ ബെഡിൽ തന്നെ മറ്റൊരു പെൺകുട്ടി കിടപ്പുണ്ട്. അവളുടെ കൂടെ ഒരു സ്ത്രീ നിൽപ്പുണ്ട്. ഞങ്ങൾ ചോദിച്ചു, മോൾക്ക് എന്ത് പറ്റിയതാ? അവൾ ഞങ്ങളെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്നെ ഒന്ന് കൊന്നു തരാമോ? ഞാൻ പറഞ്ഞു, ഞങ്ങൾ കൊല്ലുന്നവരുടെ കൂടെയുള്ള ആൾക്കാരല്ല, മരിച്ചവർക്ക് ജീവൻ കൊടുക്കുന്നതിൻ്റെ കൂടെയുള്ള ആൾക്കാരാണ്. അവൾ വീണ്ടും പറഞ്ഞു, ഞാൻ 3 പ്രാവശ്യം മരിക്കാൻ വേണ്ടി ശ്രമിച്ചു. 3 പ്രാവശ്യവും എന്നെ ആരോ രക്ഷപ്പെടുത്തി. ഞങ്ങളുടെ കൂടെയുള്ള സുഹൃത്ത് ചോദിച്ചു, നീ ഏതാ? അവൾ മറുപടി ഇപ്രകാരം പറഞ്ഞു, ഈ നിൽക്കുന്ന ചേട്ടനെ എനിക്കറിയാം. എൻ്റെ കൂടെയുള്ള സുഹൃത്ത് ചോദിച്ചു, നിനക്ക് എങ്ങനെ അറിയാം? അവൾ പറഞ്ഞു, എൻ്റെ വീട്ടുപേരിൻ്റെ കൂടെ പറമ്പിൽ എന്ന് കൂടി കൂട്ടിച്ചേർത്ത് അവൾ പറഞ്ഞു. എൻ്റെ വീട്ടുപേര് പാളിയിൽ എന്നാണ്. അവൾ കൂട്ടിച്ചേർത്തു. ഈ ചേട്ടൻ പാളിപ്പറമ്പിലെയാണ്. ഇത് ഞങ്ങൾക്ക് ഒരു അതിശയം ഉണർത്തി. ഞാൻ കൂടെ നിന്ന സ്ത്രീയോട് ചോദിച്ചു, ആരാണ്? അമ്മയാണോ? അതെ. ഞാൻ കൈകൊണ്ട് ഇങ്ങനെ മണി കിലുക്കുന്ന പോലെ ഒരു ആംഗ്യത്തിൽ ചോദിച്ചു, ഇവളുടെ അച്ഛൻ ഈ പ്രവൃത്തി ചെയ്യുന്നുണ്ടായിരുന്നോ?
അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. അമ്മ തല കുലുക്കി. അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, അച്ഛൻ മരിച്ചുപോയി. ഞാൻ മണികിലിക്കിയതിൻ്റെ അർത്ഥം മന്ത്രവാദി ആയിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത്. അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. ഉള്ള വീട് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിൽ താമസിക്കുന്ന ഏകദേശം 21 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു 35-40 കിലോ താഴെ ഭാരം തോന്നിക്കുന്ന വളരെ മെല്ലിച്ച ഒരു പെൺകുട്ടിയാണ് അവൾ. ഞങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ എന്നെക്കുറിച്ച് അവൾ പറഞ്ഞത്. അവളിൽ പ്രവർത്തിച്ച ആത്മാവ് ഏതാ ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ദുഷ്ടാരൂപിയുടെ ആത്മാവാണ് അവളിൽ ഇപ്രകാരം വെളിപ്പെടുത്തിയത്. സഹോദരങ്ങളെ, നമ്മൾ ഈ സമൂഹത്തിലായിരിക്കുമ്പോൾ 3 ആത്മാവിൻ്റെ പ്രവചനങ്ങൾ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. യഥാർത്ഥമായ പ്രവചനം യേശുവിൻ്റെ പക്കൽ നിന്ന് ആയിരിക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് ആയിരിക്കുവാനും നമ്മൾ ആഗ്രഹിക്കുക. തിരിച്ചറിയാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമേ, അവിടുത്തെ ആത്മാവിൻ്റെ കൃപാകടാക്ഷം ഞങ്ങളുടെ മേൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ ഉയർത്താം, ഹൃദയം ഉയർത്താം. നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ പക്കലേക്കാണ് എൻ്റെ കരവും എൻ്റെ ഹൃദയവും എൻ്റെ കണ്ണുകളും എല്ലാം ഉയർത്തിയിരിക്കുന്നത്. നാഥ, അവിടുത്തെ പ്രവചനങ്ങൾ കേൾക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾ നീ തുറന്നു തരണമേ. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ അകക്കണ്ണുകളെ നീ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അമ്മയില്ലാത്ത മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അമ്മയില്ലാതെ വേദനിക്കുന്ന അനേകം മക്കളുണ്ട്. ആ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ മക്കൾക്ക് അമ്മയുടെ ഒരു സാന്ത്വനം ലഭിക്കുവാൻ, അമ്മയുടെ സാമീപ്യം ലഭിക്കുവാൻ നാഥ ഇടവരുത്തണമേ. അവിടുത്തെ അമ്മയും ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ കന്യാമറിയമേ, മക്കളില്ലാത്തവർക്ക് വേണ്ടി അമ്മ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. അവരെ ആശ്വസിപ്പിക്കണമേ. അവരെ കൂടിയായിരിക്കണമേ. നാഥ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ആ മക്കളെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മ ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, മക്കളില്ലാത്ത അമ്മമാരില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.